ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഗണേശ ചതുർത്ഥിയൊക്കെ വരികയാണ്. അപ്പോൾ എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗണപതിയെ ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതിനായി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ന്യൂസ് പേപ്പറും അതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസുകളുമാണ്. കാർഡ്ബോർഡ് പീസുകൾ വെച്ച് പേപ്പർ മാഷേ ക്ലേ എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് വെച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കാമെന്നുമാണ് ഇന്ന് കാണിക്കുന്നത്. മെയിൻ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരു ഫൈൻ ടച്ചസൊക്കെ നമുക്ക് അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോൺസോ അല്ലെങ്കിൽ പഴയ മാലകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായി യൂസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് റെഫർ ചെയ്യുവാണെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആദ്യം തന്നെ വേണ്ടത് കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഏത് കാർഡ്ബോർഡ് ബോക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ പിസ്സയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ആണെങ്കിലും അതിനെ കട്ട് ചെയ്ത് പീസുകളാക്കിയതിന് ശേഷം രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഓവർനൈറ്റ് സോക്ക് ആയതിനു ശേഷം അതിനെ രാവിലെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ മാഷേ കിട്ടും. അങ്ങനെ ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നല്ലോണം വെള്ളം അതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റിക്കളയുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു ക്ലേ രൂപത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫോമിൽ ആക്കി വെക്കുക. അടുത്തതായി ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു ബോൾ ഷേപ്പിൽ ആക്കി വെച്ചതിന് ശേഷം ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ സെലോ ടേപ്പിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനായി മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് പശയാണ്. അതിനായിട്ട് ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ കുറുക്കി ഉണ്ടാക്കിയ ഈ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന പശയാണ്. ന്യൂസ് പേപ്പറിനെ ചെറിയ പീസുകളാക്കി ഈ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ വലിയ പോർഷൻ കൊടവയറിൻ്റെ ഭാഗമായും ബാക്കി അപ്പർ ബോഡിയായുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മളൊരു ടേബിൾ മാറ്റോ അല്ലെങ്കിൽ ഒരു ട്രിവറ്റിൻ്റെയോ മുകളിലേക്ക്, ഈവൻ ഒരു സാധാരണ പ്ലേറ്റ് ആയാലും മതി, അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം കാലിൻ്റെ പോർഷനും അതുപോലെ ബോഡിയുടെ ഭാഗങ്ങളും എല്ലാം നമ്മൾ പേപ്പർ മാഷേ ക്ലേ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ന്യൂസ് പേപ്പറിനെ ചുരുട്ടി ഇതുപോലെ തലയും തുമ്പിക്കൈയും വരുന്ന രീതിയിൽ ചുരുട്ടി ഇതിനെ ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, മൈദയുടെ പശയിൽ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ മുക്കി ഈ തലയും ബോഡിയും ജോയിൻ്റ് ആവുന്ന ആ ഒരു പോർഷനിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിക്കോളും. വീണ്ടും ന്യൂസ് പേപ്പർ എടുത്ത് നമുക്ക് കൈയുടെ പോർഷനും ചുരുട്ടി ഉണ്ടാക്കിയെടുക്കാം. അത് ബോഡിയിലേക്ക് ചേർത്ത് വെച്ച് ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പീസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒട്ടിച്ച് അതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉപയോഗിച്ച് കൈയുടെ ആ ഒരു പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് ഇതിനെ ഒരു പ്രോപ്പർ ഷേപ്പിൽ ആക്കിയെടുക്കാം. ചെവിയുടെ ഷേപ്പിൽ 2 കാർഡ്ബോർഡ് പീസുകൾ വെട്ടിയതിന് ശേഷം അതും നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ പീസ് പശയിൽ മുക്കി പകുതി ഭാഗം കാർഡ്ബോർഡിൻ്റെ ഈ ചെവിയുടെ ഭാഗത്തേക്കും ബാക്കി ബോഡിയിലേക്കും, അതായത് തലയുടെ ഭാഗത്തേക്കും വരുന്നത് പോലെ ബാക്കിലും ഫ്രണ്ടിലുമായി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിക്കോളും. ഫൈനൽ ഔട്ടർ ലെയറിനായിട്ട് നമ്മൾ വെള്ള പേപ്പർ കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിലായാലും ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ലെയർ വൈറ്റ് പേപ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് വർക്കൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലേ വർക്കുകൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് എന്ന് പറയുന്ന ക്ലേ ആണ്. ഇത് ഒരു എയർ ഡ്രൈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലേ ആണ്. പക്ഷേ ടെറാക്കോട്ടയുടെ എയർ ഡ്രൈ ക്ലേ കിട്ടുവാണെങ്കിൽ അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഗണേശയുടെ ചെവിയുടെ എഡ്ജസ് അതുപോലെ കൊമ്പ് എല്ലാം നമുക്ക് ക്ലേ കൊണ്ട് ഡീറ്റെയിലിംഗ് വർക്കുകൾ ചെയ്തു കൊടുക്കാം. ഇനി ജ്വല്ലറി ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്ലേനെ തന്നെ ഉരുട്ടി നമ്മളൊരു ചരടിൻ്റെ രൂപത്തിലാക്കി ഇതുപോലെ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കിരീടം ഉണ്ടാക്കാനായിട്ട് ഈ കുല്ലഡ് ചായ, അതായത് കുല്ലഡ് മസാല ടീ നമ്മൾ കുടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു മൺപാത്രം ഉണ്ടല്ലോ, ഒരു കുടത്തിൻ്റെ ഷേപ്പിലുള്ള ചെറിയൊരു മൺപാത്രമാണിത്. ഇതുപയോഗിച്ചാണ് ഞാൻ കിരീടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതില്ലെങ്കിലും വിഷമിക്കേണ്ട, ചെറിയൊരു പേപ്പർ ബോളാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പേപ്പർ കോൺ ഇതുപോലെ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്താലും മതി, ഒരു കിരീടത്തിൻ്റെ ഒരു ഷേപ്പാക്കി കിട്ടാനായിട്ട്. ഈ ക്രൗൺ തലയുടെ ഭാഗത്തേക്ക് ഫിക്സ് ആക്കി വെക്കുന്ന ആ ഒരു പോർഷനിൽ ഇതുപോലെ ക്ലേ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് പെയിൻറ്റിങ് വർക്കാണ്. അതിനായി ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബോഡിയും ഫേസും വരുന്ന ഏരിയാസൊക്കെ സ്കിൻ ടോൺസ് ലൈറ്റർ ഓർ ഡാർക്കർ ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ബാക്കി ഡ്രസ്സ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനെയുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അധികം വാട്ടറി ആവാതെ കുറച്ച് തിക്കായിട്ട് പെയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോട്ടിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബേസ് കോട്ട് ഒരെണ്ണം കൊടുത്തതിന് ശേഷം ഉണങ്ങിയിട്ട് വീണ്ടും ഒരു കോട്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റർ ലുക്ക് കിട്ടും. പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ കണ്ണ്, പിരികം, അതുപോലെ തൃശൂലം വരുന്നത്, പിന്നെ നെറ്റിയിലെ ഭസ്മക്കുറി അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. കിരീടത്തിനായി മൺകുടമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം വേണം മുകളിൽ ഗോൾഡൻ പെയിൻറ്റ് കൊടുക്കാനായിട്ട്. അല്ലാതെ നേരിട്ട് ഈ മൺകുടത്തിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ ഒരു ബ്രൈറ്റ്നസ്, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ കിട്ടില്ല. അതുകൊണ്ട് ആദ്യം വൈറ്റ് അടിച്ചതിന് ശേഷം അതിന് പുറമെ ഒരു ഗോൾഡൻ കോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ കിട്ടും. ചെവിയുടെ ഇന്നർ പോർഷൻസിൻ്റെ ഏരിയാസിലൊക്കെ കുറച്ചും കൂടി ഡാർക്കർ ടോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് ഇഫക്റ്റ് കിട്ടും. ഇനി ഫെവിക്കോൾ യൂസ് ചെയ്ത് പല കളറിലുള്ള സ്റ്റോൺസോ അല്ലെങ്കിൽ ബീഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് കിരീടം നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജ്വല്ലറിയോ അല്ലെങ്കിൽ ക്രിസ്റ്റലോ സ്റ്റോണോ ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്താലും നമുക്ക് ജ്വല്ലറി ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു മൂഷികനെ കൂടി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ന്യൂസ് പേപ്പർ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ചുരുട്ടി ഉണ്ടാക്കിയെടുക്കുക. ന്യൂസ് പേപ്പറിൽ പശ തേച്ചതിന് ശേഷം ഈ ഷേപ്പ് ഒന്ന് ടൈറ്റാക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി പ്ലെയിൻ വൈറ്റ് പേപ്പർ ഇതിന് പുറമെ ഒട്ടിച്ച് നല്ലോണം നീറ്റായിട്ട് ഒരു ഔട്ടർ ലെയർ ഉണ്ടാക്കുക. ക്ലേ ഉപയോഗിച്ച് ചെവി, കൈകാലുകൾ, വാല് എല്ലാം നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കി ഈ ഒരു ബേസിക് സ്ട്രക്ചറിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഒരു ചെറിയ പീസ് ക്ലേ എടുത്ത് മോദകത്തിൻ്റെ രൂപത്തിലാക്കി കൈകൾക്കിടയിലായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൂഷികനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഗണപതിയുടെ കിരീടത്തിന് പുറകിലായി ഒരു ചുവപ്പ് കളർ പേപ്പറാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അതിൽ യെല്ലോ ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായി നമുക്ക് കണ്ണുകളും വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഗണപതി രൂപം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓവറോൾ സൈസിലും അതുപോലെ തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ജ്വല്ലറിയോ കിരീടമോ ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിൽ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ചുകൂടി വലിയ സൈസിലുള്ള ഒരു ഗണേശ രൂപമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് വലിയ ഒരു ന്യൂസ് പേപ്പർ ബോൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനുണ്ടാക്കിയ ഗണേശയുടെ ഒരു സൈസ്. അപ്പോൾ തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗണേശയെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബാക്കി എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സോ എന്തെങ്കിലും ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഹാപ്പി ഗണേശ ചതുർത്ഥി വിഷസ് ടു എവ്രി വൺ ഇൻ അഡ്വാൻസ്.